വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് സത്യഭാമയെ ഡോക്ടർ ഭാമയുടെ ചില ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയാ ഭാമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ശ്രദ്ധ മാറ്റാണ് റൂമിന്റെ അവിടുന്ന്. അപ്പോഴേക്കും ശാലിനി പതിയെ അകത്ത് കയറുക വിഷ്ണുവിനെ കാണാനായിട്ട്. എന്നാ വിഷ്ണു ആണെങ്കിൽ നല്ല മയക്കത്തിലാ. സെഡേഷൻ കൊടുത്തുള്ള മയക്കാണെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ. ശാലിനി വിഷ്ണുവിന്റെ അരികിൽ പോയി നിൽക്കും. എന്നിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ ഒരവസ്ഥയില് വിഷ്ണുവിനെ കാണാൻ ശാലിനിക്ക് ആവുന്നില്ല. എന്നാലും 6 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇത്രയും അടുത്ത് കാണുന്നേ. അങ്ങനെ അധിക സമയം അവിടെ നിൽക്കാണ്ട് സങ്കടത്തോടു കൂടി ശാലിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ കഴുത്തിലുണ്ടായിരുന്ന താലി ചെയിൻ വിഷ്ണുവിന്റെ കഴുത്തിലുള്ള ആ ഒരു മാലയിൽ കുടുങ്ങാണ്. അങ്ങനെ പെട്ടെന്ന് ശാലിനി അങ്ങ് തിരിയുമ്പോഴായിരിക്കും അതിങ്ങനെ കൊളത്തി നിൽക്കുന്നത് കാണാം. ശാലിനി അതിങ്ങനെ വേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു മയക്കത്തുനിന്ന് പതിയെ കണ്ണു തുറക്കണേ. ശാലിനി ആകെ ഭയക്കുന്നുണ്ട്. എന്നാലും ശാലിനി അപ്പോ മാറി മറയുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ണു തുറക്കുന്ന വിഷ്ണു ശാലിനിയെ കാണുന്നില്ല. എന്നാൽ ശാലിനിയുടെ സാമീപ്യം വിഷ്ണുവിന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശാലിനി എന്ന് ഉച്ചത്തിൽ അങ്ങ് വിളിക്കുമ്പോ ഇത് പുറത്തു നിൽക്കുന്ന സത്യഭാമ ശാലിനിക്ക് ആ വിളി കേൾക്കാനാവുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്ക. അപ്പോഴേക്കും വിളി കേട്ട് സത്യഭാമ അകത്തേക്ക് വരുന്നുണ്ട്. ശാലിനി ആ റൂമിൽ തന്നെ എവിടെയോ ആണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനി സത്യഭാമയാണോ ശാലിനിയെ കാണുന്നതെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് പപ്പിയും സത്യയും ഫോണിൽ സംസാരിക്കാം. അങ്ങനെ വല്യച്ഛൻ്റെ ഈ ഒരു പ്രശ്നം മാറാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ പപ്പിമോൾ ചോദിക്കുമ്പോൾ സത്യ പറയും, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ചേച്ചിയമ്മയെ സത്യമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അപ്പം ഇനി അങ്ങോട്ട് അച്ഛനെയും അമ്മേനെയോ ഒന്നിക്കാനായിട്ട് മക്കൾ തന്നെ ആയിരിക്കും മുൻകൈ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത റിവ്യൂവിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്